ഞാനോ? ഹലോ എവരിവൺ, ഗുഡ് ഈവനിങ്. ചായ കുടിക്കൂ, സമ്മാനം നേടൂ. കേരളത്തിലെ നമ്പർ 1 തേയില ഗ്രൂപ്പായ പൂച്ചാട്ടിയുടെ ബമ്പർ നറുക്കെടുപ്പാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് തന്നെ കാണണം. ഇതിൽ ആരാണ് വിജയി എന്നുള്ളത് നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് ആയിരിക്കും അല്ലേ? അപ്പം അതെല്ലാ റിസൾട്ടും നമ്മൾ 7 മണിയോടെ തന്നെ അറിയിക്കുന്നതാണ്. ഓക്കെ, ചായ കുടിക്കൂ, സമ്മാനം നേടൂ. ചായ കുടിക്കൂ, സമ്മാനം നേടൂ. ഇതിൽ വിജയാവുന്നവർക്ക് ഒരു ലക്ഷറി കാറാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിരവധി സമ്മാനങ്ങളും ഉണ്ട്. ഇതെല്ലാം നറുക്കെടുക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ പൂച്ചാട്ടിയുടെ ഓണറായ ബോണി ചമ്മന്തിയൂർ സാറാണ്. ചായ കുടിക്കൂ, സമ്മാനം നേടൂ. എടുത്തോ അന്ന് എന്റെ ഒക്കത്തോട്ട് കയറി ഞാൻ ഇന്ന് എടുക്കാം. എടുത്തോ എന്ന് പറയുന്നത് അതല്ലെന്ന് നറുക്കെടുത്തോന്ന്. ഓ, ബോണി ചമ്മന്തിയൂർ സാർ ഇങ്ങോട്ട് വരട്ടെ, അപ്പോൾ നമ്മൾ നറുക്കെടുക്കും, സമ്മാനവും കൊടുക്കും. നമ്മള് കുറച്ച് ഏജൻസികളൊക്കെ എടുത്തിട്ടുണ്ടേ. ആ, എവിടെ ഏജൻസി എടുത്തേക്കുന്നേ? എവിടാ എടുക്കാത്തെ? എവിടാ എടുത്തിട്ടുള്ളേ? കേരളത്തിലെ 12 ജില്ലകളിലും നമ്മൾ ഏജൻസി എടുത്തിട്ടുണ്ട്. അതിന് കേരളത്തിൽ 14 ജില്ലയല്ലേ? എനിക്ക് 12 മക്കളുണ്ട്. ഈ 12 മക്കൾക്കും 12 ഏജൻസീസ് ആണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് 12 മക്കളാന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അല്ല, നിങ്ങൾക്ക് ഈ 12 എണ്ണത്തിനൊക്കെ നിങ്ങൾ എങ്ങനെ പേരിട്ടെ? ആദ്യത്തെ 5 എണ്ണത്തിന് പേരിട്ട് ബാക്കിയുള്ളതിനെ നിരത്തി പിടിച്ച് നമ്പർ ഇട്ടങ്ങ് വിട്ടു. അല്ല, അപ്പൊ വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടാവത്തില്ലേ? എന്ത് ചോദ്യാ മോളെ ചോദിക്കുന്നത്? വീട്ടിൽ വഴക്കുണ്ടാവത്തില്ലേന്നോ? ദേ, ഇന്നലെ തന്നെ 8ഉം 12 അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും. അവസാനം 6 ചെന്ന് അവസാനിച്ചത്. 6 ഡോക്ടർ ആയിരിക്കും അല്ലേ? അല്ലല്ലേ, എന്റെ മോനാ. അവനാ ഇവരെയൊക്കെ വാരിപ്പിറക്കി ആശുപത്രി കൊണ്ടാക്കിയത്. അപ്പൊ ഈ നറുക്കെടുക്കുന്നൊക്കെ എപ്പോഴാ? നറുക്കൊക്കെ എടുക്കാം. ബോണി ചമ്മന്തിയൂർ സാർ ഇങ്ങോട്ട് വന്നാ അടിക്കും. അടിച്ചിരിക്കും. അടിക്കൂന്ന് പറഞ്ഞ അടിച്ചിരിക്കും പറഞ്ഞില്ലേ? നീ സാറിനെ തല്ലുവാടാ? അയ്യോ, സാറിന് തല്ലൊന്നുമില്ല. നിറക്കെടുപ്പ് എനിക്ക് തന്നെ അടിക്കൂന്ന്. പിന്നെ ഞാനിവിടെ ആരെ കാണാൻ നിക്കുവാ? അയ്യോ, മനുഷ്യനായിരുന്നോ? ഞാൻ വിചാരിച്ചു ബൊമ്മയായിരിക്കുന്നേ. ഞാൻ ഈ തൈലയുടെ വലിയൊരു പ്രാന്തനാ. എന്ത് തൈലയുടെ വലിയൊരു പ്രാന്തനാ. അതേപോലെ തന്നെ പൂച്ചാട്ടീന്റെ വലിയൊരു ഫാനറാ. വലിയ പാന്റ് ആണെങ്കിലേ ഒരു ചെറിയ ചരടിട്ട് കെട്ടി വെച്ചരില്ലേ വലിയ പാന്റിങ് ഊരി പൊരുന്നാണ്ട് അറ്റത്ത് കിടക്കുക. അല്ല, അപ്പൊ നിങ്ങൾ തോട്ടത്തിലൊന്നും പോവാറില്ലേ? ഇല്ല, പഞ്ചായത്ത് നിന്ന് കക്കൂസ് തന്നു. ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. നിങ്ങൾ തോട്ടത്തിൽ തേയില മേടിക്കാൻ പോവൂലേന്ന്. ഓ, ആ പരിപാടിയെ നിർത്തി. തോട്ടത്തിനെ പിടിച്ച് കടിച്ച? അയ്യോ, അതല്ല, തോട്ടത്തിൽ തേയില നുള്ളിക്കൊണ്ടിരിക്കായിരുന്നു ചേച്ചി. ആ ചേച്ചി ഞാൻ നുള്ളിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ ആകാംക്ഷപൂർവ്വം ഇത്രയും നേരം കാത്തിരുന്ന നമ്മുടെ ബോണി ചമ്മന്തിയൂർ സാർ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് സാറോ അങ്ങോട്ട് പോയി. സാറെന്തിനാ അങ്ങോട്ട് പോയി? അവിടെ വേറെ വല്ല നറുക്കെടുപ്പ് നടക്കുന്നുണ്ട്? അയ്യോ, വേറെ നറുക്കെടുപ്പൊന്നുമില്ല. പിന്നെ ഈ ഓടുന്ന എന്റെ വീക്ക്നെസ്സാ. ഞാനും കുറെ നോക്കിയത് സാറേ, പക്ഷെ എന്റെ കുറഞ്ഞില്ല. സാറിന്റെ പെട്ടെന്ന് കുറഞ്ഞല്ലേ? എന്തോന്ന്? കൊളസ്ട്രോള്. എടോ, ഇത് കൊളസ്ട്രോൾ ഇറക്കി ഓടുന്നതല്ല, ചാരിറ്റിക്ക് ഓടുന്നതാ. സാറിന് ഈ പൂച്ചിട്ടി അല്ലാതെ ചാരിറ്റി അല്ല, പൂച്ചാട്ടി. അതന്നെ. സാറിന് ഈ പൂച്ചാട്ടിയും ചാരിറ്റി 2 തേയില കമ്പനി ഉണ്ടോ? എടോ, ചാരിറ്റി എന്ന് പറഞ്ഞ ട്രസ്റ്റ്. ഓ, പൈസക്കാർക്ക് എത്ര വേണേലും റെസ്റ്റ് എടുക്കാല്ലോ. സാർ, ഞാൻ സാറിന് വലിയൊരു ആധാരനോ? ആരാധകനാണ്. ഓ സാറേ, വലിയൊരു ആരാധകനാണ്. പിന്നെ പുറത്തെഴുതി പോച്ച ബോർഡൊക്കെ ഞാൻ എഴുതി. പുറത്തെഴുതി ബോർഡ് താനാണ് ഇത്? അതെ. എന്തിനാ സാറേ പിന്നെ തല്ലിയത്? നമ്മുടെ കമ്പനിയുടെ പേരെന്താ? പൂച്ചാട്ടി. പിന്നെ എന്തിനാടാ നീ പുറത്ത് പൂച്ചാണ്ടി എഴുതി വെച്ചിരിക്കുന്നേ? അയ്യോ സാറേ, ക്ഷമിക്കണം സാറേ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു സാറേ വീട്ടില്. അതുകൊണ്ട് സാറിന്റെ വീട്ടിലെ ആ ഗോൾഡൻ കാർ കഴുകണ ജോലി എനിക്ക് തരും സാറേ. എടോ, എന്റെ വീട്ടില് വേറെ കുറെ പണിയുണ്ട്, തനിക്ക് അതൊക്കെ തരാം. ഇല്ല, പറ്റില്ല സാറേ. എനിക്ക് ഗോൾഡൻ കാർ വേണം സാറേ. കയ്യില് നല്ല തഴമ്പുണ്ടല്ലോ. ആ, എന്റെ ഗോൾഡൻ കാർ ഇട്ട് വരയ്ക്കുമ്പോഴേ ആ സ്വർണ്ണം എല്ലാം കൂടെ ഊരി പോരാനാവും. എന്നിട്ട് താൻ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇട്ട് തട്ടും. ആ, നടക്കത്തില്ല. ആ, അപ്പൊ സാറേ, നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങാൻ വരും. കച്ചോടം പൊട്ടിയ പോവട്ടായി പോയി അമ്മായി ഒച്ചമ്മായി കച്ചോടം പൊട്ടിയ പോവട്ടായി പോയി. സാറേ, എന്താ സാറേ കാണിക്കുന്നേ? ഇത് ഡാൻസ്. ഞാൻ എവിടെ പോയാലും ഡാൻസ് കളിക്കും. എന്നെ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചു. ഡാൻസ് ഫ്രീ.
ഒരു കല്യാണത്തിന് വിളിച്ചു ഞാൻ ഡാൻസ് കളിക്കും, എന്തിനും ഒരു മരണ വീട്ടിൽ വിളിച്ചടക്കം ഞാൻ ഡാൻസ് കളിക്കും. ഡാൻസ് ആണ് എന്റെ മെയിൻ. എന്നാ നമുക്ക് നറുക്കെടുപ്പിലോട്ടം ആ കിടന്നാലോ? ഒരു നടക്കാം. സമയം വൈകി, വേഗം ആയിക്കോട്ടെ സാറേ. അപ്പൊ നമുക്ക് നറുക്കെടുക്കാം. എടുത്തോളൂ സാർ. Oh my God! എനിക്കാണോ ഫസ്റ്റ്? അല്ല. അപ്പൊ എനിക്കായിരിക്കും. അല്ല. എനിക്കാണോ? അല്ല. ഞാനല്ലേ ഏജൻസികളുടെ അടുത്ത് എനിക്കായിരിക്കും ഫസ്റ്റ്. അപ്പൊ നമ്മുടെ വിന്നറിനെ അനൗൺസ് ചെയ്യാണ് കുട്ടിയാകി. ഞാനോ? ആ, അല്ല ഞാൻ ഈ ചായപ്പൊടി വാങ്ങാറില്ല, എനിക്ക് ടിക്കറ്റ് കൊടുത്തിട്ടില്ലേ? ഫാൻസ് എല്ലാം എഴുതി ഇട്ടതായിരിക്കും. ചേട്ടൻ വാ. ചേട്ടനാണ് ഇതിന്റെ winner. Come on. അയ്യോ എനിക്കത് ഭയങ്കര സംഭവമായി പോയി. Congratulations. താങ്ക് യു. ഓ താങ്ക് യു. അപ്പോ നമുക്കിനിയും കാറിന്റെ താക്കോല് കൈമാറുന്ന ചടങ്ങാണ്. താക്കോൽ എടുത്തിട്ട് വരൂ. എന്റെയാണ് കമ്പനി. അറിയാം സാറിന്റെ ഭയങ്കര ഫാനാണ് ഞാൻ. അപ്പൊ നമുക്ക് താക്കോല് കൈമാറാം. സാറേ ഒരു ഫോട്ടോ എടുക്കണേ. ഓ താങ്ക് യു. ഒരു സെക്കൻഡ്. ഹലോ എടാ, നമ്മുടെ കാറല്ലേ അതാ മറ്റേ പുള്ളി ചോദിച്ചില്ലേ കൊടുക്കുന്നാന്ന് ചോദിച്ചില്ലായിരുന്ന? അതൊക്കെ വിറ്റേര്, ഇപ്പൊ തന്നെ വിറ്റോ. കിട്ടിയ പൈസ കിട്ടും, എനിക്ക് വേറെ വണ്ടി കിട്ടി. വിറ്റോ. ഓക്കെ ശരിയാടാ. ഓ ശരി. ഞാൻ സത്യത്തിൽ വേറൊരു കാർ എടുക്കണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. എന്റെ കാർ ഒരുപാട് പേര് ചോദിച്ചിട്ട് കൊടുക്കായിരുന്നു, വിൽക്കാൻ പറഞ്ഞു. താങ്ക് യു. എന്തായാലും ഇത് എന്നാലും ഇത് ആര് എഴുതി ഇട്ടെന്നാണ് എനിക്ക് അറിയാൻ പാടില്ലാത്ത. അങ്ങനെ അങ്ങനെ ഫാൻസ് ഉണ്ടാവാൻ സാധ്യത ഇല്ല എനിക്ക്. അഖില് ഫാൻസ് ഇല്ലാന്ന് എങ്ങനെ പറയാൻ പറ്റും? അതെ. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ബിന്ദു പണിക്കർ ചേച്ചിയുടെ വോയിസ് പോയില്ലേ, അത് കേട്ട് ഫാൻ അല്ല, അത് കേട്ടവരാരെങ്കിലും ആണെങ്കിലേ ഉറപ്പായിട്ട് അത് കീർക്കളയാൻ ചാൻസ് ഉള്ളൂ. ഇതൊന്നും കിട്ടൂല. അല്ലെങ്കിൽ ആ തേയിലപ്പൊടി ഇട്ടല്ലേ കത്തി. എന്നാലും നമ്മള് ഇവന്റെ കൂടെ ട്രിപ്പ് പോവും ഈ വണ്ടിയിൽ കേട്ടോ. ഉറപ്പായിട്ടും നമ്മള് ഫസ്റ്റ് ട്രിപ്പ് എവിടെ പോണോന്ന് പറഞ്ഞാൽ മതി. ഓക്കെ സെറ്റ്. അല്ല എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുപോലെ ലക്ഷറി 4 വളയുണ്ടല്ലോ. ഓക്കെ വേണ്ടേ? കാറ് വേണ്ടേ? കാർ എടുക്കട്ടെ. കാർ എടുത്തിട്ട് വരൂ. ഓ ഇത് അല്ല വേറെ ഇത് കാറുണ്ട്. ഓ അങ്ങനെയാണല്ലേ. അപ്പൊ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സൂപ്പർ കാറാണ് നമ്മൾ കൊടുക്കുന്നത്. ലക്ഷറി. ദാ സാർ കൈമാറും. പിടിക്കൂ, സന്തോഷത്തോടെ പിടിക്കൂ അഖിൽ. ഇതാ കാർ ഇതാണ്. അതെ ഇതാണ് കാർ. അതെ. ഹലോ ഇത് തൊട്ട് വരരുത്. എടാ ഓ കിട്ടിയ പൈസ അങ്ങ് വാങ്ങിച്ച കയ്യോടുകൂടി. അല്ലെങ്കിൽ പറയുന്ന ഒന്നും സമയത്തിന് ചെയ്യരുത്. ഇത് അപ്പ തന്നെ എടുത്തങ്ങ് പൂച്ചയെ കൊടുക്കും പോലെ. ആ ശരി. ഓ ഓട്ടോ പിടിച്ച് വരാം വീട്ടിലോട്ട്, കുഴപ്പമില്ല. ശരി. ഓ ഈ വലിയ കാർ കാണിച്ചിട്ട് ഈ കുട്ടി കാറാണ് എനിക്ക് സമ്മാനമായിട്ട് തരുന്നത്. അണ്ണന്റെ പേരെന്താണ്? എന്റെ പേര് കുട്ടിയകിൽ. ഈ സ്കിറ്റ് കളിക്കുന്നാരാ? ഇത് കുട്ടികളുടെ സ്കിറ്റ്. കുട്ടികൾ കളിക്കുന്ന ഈ കുട്ടി സ്കിറ്റില് കുട്ടിയകിൽ നീ കുട്ടി കാറിലെ തരാൻ പറ്റുമോ? ഇതൊരു കുട്ടി പരിപാടിയായി പോയി കേട്ടോ. പൊളി